السلام عليكم ورحمة الله تعالى وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കെല്ലാവർക്കും യഥാർത്ഥ ഈമാൻ മനസ്സിലാക്കുവാനും ആ ഈമാനിൽ അടിയുറച്ചു നിൽക്കുവാനും അതേ ഈമാനിലായിക്കൊണ്ട് തന്നെ മരണപ്പെടാനും മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നാളെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ അർഹമർ റഹീമീൻ. എപ്പോഴും ദുആക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഈമാനൻ ലാ യർതദ്. ഇർത്തിദാദില്ലാത്ത, മുർത്തദ്ദായി പോവാത്ത ഈമാനിനെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് ഉലമാക്കൾ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും അൽഹംദുലില്ലാ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നോമ്പിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരുന്നു. റമളാനിലെ നോമ്പ് ആർക്കൊക്കെയാണ് നിർബന്ധമാവുന്നത്, ആർക്കൊക്കെ നിർബന്ധമാവില്ല, പിന്നെ അതേപോലെ നോമ്പിന്റെ വിവിധ വിഭാഗങ്ങൾ, ഫർലായ നോമ്പുകൾ, വാജിബായ നോമ്പുകൾ, സുന്നത്താക്കപ്പെടുന്ന നോമ്പുകൾ, നഫിലായ നോമ്പുകൾ, കറാഹത്താവുന്ന നോമ്പുകൾ, അതേപോലെ ഹറാമായ നോമ്പുകൾ എന്നുവരെ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്ത് നിർത്തിയിരുന്നു. ഇനി ഇന്നത്തെ പാഠത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒന്ന് നോമ്പിന്റെ സമയമാണ്. നോമ്പിനെ നിയ്യത്ത് ചെയ്യുക എന്നുള്ളത് എപ്പോഴാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, നിയ്യത്തില്ലാതെ നോമ്പ് ഒരിക്കലും ശരിയാവുകയില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണ്. അറബിയിൽ നവ എൻവി നീയത്തൻ എന്ന് പറഞ്ഞാൽ കരുതുക. ഇപ്പൊ കരുതുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് മനസ്സിൽ, ഹൃദയത്തിലാണ് അതിന്റെ സ്ഥാനം ഉള്ളത് എന്നുള്ളതാണ്. പിന്നെ നാവ് കൊണ്ട് പറയുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്, പ്രത്യേകം നല്ലതായിട്ടുള്ള കാര്യമാണ്. സാധാരണ അതിന് പറയാറുള്ളത് ഹൃദയത്തിന്റെയും നാവിന്റെയും ഇടയിൽ നീയത്ത് കൊണ്ട് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുവരിക, മനസ്സുകൊണ്ട് കരുതുക, നാവ് കൊണ്ട് പറയുക, മൊഴിയുക എന്ന രൂപത്തിൽ. ചില നോമ്പുകൾക്ക് രാത്രി സമയം മുതൽ ഉച്ചവരെ, നട്ടുച്ച വരെ നമുക്ക് നിയ്യത്ത് വെക്കാൻ പറ്റും. അങ്ങനെയുള്ള ചില നോമ്പുകളുണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നിയ്യത്ത് വെച്ചാൽ മതിയാവും. അതിൽപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് റമളാനിലെ അദാ ആയ നോമ്പ്. ഖളാ ആയ നോമ്പല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, റമളാനിലെ അദാ ആയ നോമ്പ്. കാരണം റമളാൻ മാസത്തിൽ എത്രത്തോളം ഉലമാക്കൾ പറയുന്നുണ്ട്, ഫഖഹാക്കൾ പറയുന്നുണ്ട്, റമളാനിൽ അതല്ലാത്ത നോമ്പ് ഒരാൾ വെച്ചാൽ പോലും ആ നോമ്പ് ശരിയാവില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ നിയ്യത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് റമളാനിന്റെ ഫർളായിട്ടുള്ള അദാ ആയ നോമ്പിലേക്ക് തന്നെ ആയി മാറുമെന്ന്. കാരണം റമളാൻ മാസം റമളാനിന്റെ നോമ്പ് നോൽക്കാൻ വേണ്ടിയുള്ള സമയമാണ്. അപ്പോ ബാക്കി നഫലുകൾ ചെയ്താൽ പോലും, അത് നിയ്യത്ത് ചെയ്താൽ പോലും ഫർളായി തന്നെ തീരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ദിവസം നിശ്ചയിക്കപ്പെട്ട നേർച്ച നോമ്പ്. ദിവസം ക്ലിപ്തമാണ്. ഞാൻ ഫെബ്രുവരി 21-ാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി 12-ാം തീയതി അല്ലെങ്കിൽ ഈ വരുന്ന തിങ്കളാഴ്ച എന്നൊക്കെ പറഞ്ഞ് നേർച്ച ചെയ്തു. ഇതിനും എന്ത് ചെയ്യാം, ഈ ഒരു സമയപരിധി, അത്രയും ടൈം പീരീഡിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിയ്യത്ത് ചെയ്താൽ മതിയാവും. മൂന്നാമത്തേത് നഫിലായ നോമ്പ്. അതിനും ഈ രൂപത്തിലാണ്. എന്നാൽ ചില നോമ്പുകൾ ശരിയാവുന്നതിന് നിയ്യത്തിനെ ക്ലിപ്തമാക്കണം. അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? രാത്രി തന്നെ. രാത്രി മാത്രമാണ് എന്റെ സമയമുള്ളത്. രാത്രി എന്ന് പറയുമ്പോൾ സഹറിന് മുമ്പായിട്ട്, ഈ സഹർ വരെ മാത്രമേ അതിന് സമയമുള്ളൂ. അങ്ങനെയുള്ള നോമ്പുകൾ ഈ പറഞ്ഞ രൂപത്തിൽ ക്ലിപ്തമല്ലാത്ത നോമ്പുകളാണ്. എന്ന് വെച്ചാൽ ഡേറ്റോ സമയമോ ക്ലിപ്തമല്ല, സാധാരണ ഉള്ളൊരു എന്താ പറയാ, നോമ്പില്ലാത്ത ദിവസങ്ങളാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം നോമ്പ് വെക്കുന്നു എങ്കിൽ പ്രത്യേകിച്ച് നിയ്യത്തിന്റെ ആവശ്യമുണ്ട്. അതേതൊക്കെയാണ്? റമളാനിൽ ഖളാ ആയിട്ടുള്ള നോമ്പുകൾ. അത് ഖളാ വിട്ടുന്ന സമയത്ത്, കാരണം ഒരാൾക്ക് എപ്പോ വേണമെങ്കിലും ഖളാ വിട്ടാം. ഇന്ന തീയതി അല്ലെങ്കിൽ ഇന്ന ദിവസം തന്നെ ഖളാ വീട്ടണം എന്നൊന്നും നിബന്ധനയില്ല, നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് അങ്ങനെയുള്ള അത്തരത്തിലുള്ള നോമ്പുകൾ ഖളാ വീട്ടുന്ന സമയത്ത് രാത്രി തന്നെ അല്ലെങ്കിൽ സഹറിന് മുമ്പായി തന്നെ നിയ്യത്ത് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തേത് സുന്നത്തായ നോമ്പിന്റെ ഖളാ നോമ്പ്. 3 കഫാറ നോമ്പ്.
4 ദിവസം നിശ്ചയിക്കാതെയുള്ള നേർച്ച നോമ്പ് എന്ന് വെച്ചാൽ ഞാൻ 3 ദിവസം നേർച്ച ചെയ്തു, 3 ദിവസത്തെ നോമ്പ് നോൽക്കും എന്ന രൂപത്തിൽ എന്റെ രോഗം ശിഫയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ കച്ചവടത്തിൽ ഇന്ന കാര്യം നിറവേറുകയാണെങ്കിൽ എന്ന രൂപത്തിലേക്ക് നിയ്യത്ത് ചെയ്തു, പ്രത്യേകിച്ച് സമയമൊന്നും പറഞ്ഞിട്ടില്ല, ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, പിടിച്ചു വീട്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ക്ലിപ്തമല്ലാത്ത നോമ്പുകൾക്ക് എന്ത് ചെയ്യണം, ഈ സഹറിന് മുമ്പായി തന്നെ നിയത്ത് ചെയ്തുകൊണ്ട് ക്ലിപ്തമാക്കൽ അത്യാവശ്യമാണ്. ഇനി അടുത്തൊരു കാര്യം, പിറ കാണുന്നത് എങ്ങനെയാണ്, പിറ സ്ഥിരപ്പെടുന്നത് റമളാൻ ആരംഭിക്കുന്നതിനും റമളാൻ അവസാനിക്കുന്നതിനൊക്കെ എങ്ങനെയാണ് പിറ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, സൂമൂ ലിറുയതിഹി വ അഫ്തിറൂ ലിറുയതിഹി. സൂമു, നിങ്ങൾ നോമ്പ് പിടിക്കണം, ലിറുയതിഹി, ആ പിറ കാണുന്നതിന്റെ പേരിൽ. എപ്പോഴാണോ പിറ കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ നോമ്പ് പിടിക്കാൻ വേണ്ടി ആരംഭിക്കുക. വ അഫ്തിറൂ ലിറുയതിഹി, എപ്പോഴാണോ വീണ്ടും പിറ കാണുന്നത്, ഷവ്വാലിന്റെ പിറ കാണുന്നത്, ആ സമയത്ത് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഇനി ഫൈന ഉമ്മ അലൈക്കും, ഇനി നിങ്ങൾക്ക് എങ്ങാനും ആ ഒരു പിറ കാണാൻ പറ്റുന്നില്ല, മേഘങ്ങളാൽ കാണാൻ പറ്റാതെ ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഷാബാൻ മാസത്തെ 30 എണ്ണമായിട്ട് തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. ഇതേ തന്നെയാണ് റമളാനിലും. റമളാനിൽ അടുത്ത ഷവ്വാലിന്റെ പിറ കണ്ടിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, റമളാനിന് 30 പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുന്നത്. രണ്ടാൽ ഒരു കാര്യം കൊണ്ടാണ് റമളാൻ മാസം സ്ഥിരപ്പെടുന്നത്. ഒന്ന്, റമളാനിനെ പിറ നേരിട്ട് കാണുക. 2, പിറ കണ്ടിട്ടില്ല എങ്കിൽ ഷഅബാൻ മാസത്തിലെ ദിവസങ്ങളെ 30 എണ്ണി പൂർത്തീകരിക്കുക. ഒരിക്കലും അറബി മാസത്തിൽ 31 ദിവസമില്ല, ഏറിപ്പോയാൽ മാക്സിമം അത് 30. നോർമലായിട്ട് വരുന്നത് 28, 29 30 വരെ പോവുകയുള്ളൂ, ഒരിക്കലും 31 വരികയില്ല. അപ്പൊ 30 എണ്ണം പൂർത്തിയായി കഴിഞ്ഞാൽ അതിന് അടുത്ത ദിവസമുള്ളത് അത് റമളാൻ തന്നെയായിരിക്കും, അത് ഉറപ്പ് തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് സ്ഥിരപ്പെടുക? ഇത് സ്ഥിരപ്പെടുന്നതിന് സാധാരണഗതിയിലാണെങ്കിൽ വലിയൊരു സംഘം, എന്ന് വെച്ചാൽ ആകാശത്തിൽ പ്രത്യേകിച്ച് മേഘമൊന്നും മൂടിയിട്ടില്ല, ആകാശം തെളിഞ്ഞ തന്നെയാണ് എങ്കിൽ ഒരു വലിയൊരു സംഘം ആളുകൾ തന്നെ എന്ത് ചെയ്യണം, ആ പിറ കാണണം എന്നാണ് പറയുന്നത് ഉലമാക്കൾ. ഇനി ഈ മേഘാവൃതമാണ്, ശരിക്കും ക്ലിയർ ആയിട്ട് ആകാശം കാണുന്നില്ല, പൊടിപടലങ്ങളൊക്കെ കൊണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിലും ഒക്കെ ആയിട്ട് നേരിട്ട് ഡയറക്റ്റ് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചില സമയങ്ങളിൽ അപ്പോ ഒന്നില്ലെങ്കിൽ 2 പുരുഷന്മാർ അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളും ഈ രൂപത്തിൽ ഇവർ സാക്ഷി നിൽക്കണം. ഞാൻ കണ്ടു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, പിറ കണ്ടു എന്ന രൂപത്തിൽ സാക്ഷി നിന്ന് കഴിഞ്ഞാൽ അതിനെ റമളാനായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ റമളാൻ അവസാനിക്കുന്നതായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നതാണ്. ഇനി ഇതല്ലാത്ത ബാക്കിയുള്ള മാസങ്ങളോ, ബാക്കി എല്ലാ അറബി മാസങ്ങളും ഇതേപോലെ തന്നെ പിറ കണ്ടുകൊണ്ട് തന്നെയാണ് ആരംഭിക്കുകയും അതേപോലെ അവസാനിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി പറയുന്ന കാര്യം, നോമ്പിനെ ഫസാദാക്കാത്ത കാര്യങ്ങൾ. ഇത് നോമ്പിൽ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോയോ ഇല്ലയോ എന്ന സംശയം തോന്നേണ്ട ഇനി കാര്യമില്ല. കാരണം ഈ കാര്യങ്ങളൊന്നും നോമ്പിനെ മുറിക്കാത്ത കാര്യങ്ങളാണ്. അതാണ് താഴെ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നോമ്പ് ഒരിക്കലും ഫസാദാവുകയില്ല. അതേതൊക്കെയാണ്? 1, മറന്നുകൊണ്ട് കഴിക്കുക. മറന്നുകൊണ്ട് അറിയാതെ ഒരാൾ കഴിച്ചുപോയി. കഴിക്കാന്ന് പറയുമ്പോൾ അറിയാതെ ഒരല്പം വായിലിടുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ബോധം തിരിച്ചു വന്നു. ഈ രൂപത്തിൽ എന്ത് ചെയ്യണം, അദ്ദേഹം തുപ്പിക്കളയണം. പിന്നെ അതേപോലെ ഒരുപാട് നേരം ഇരുന്ന് വയറു നിറയെ കഴിച്ചതിന് ശേഷം മറന്നുകൊണ്ടാണ് എന്ന് പറയാം, ഇതൊരിക്കലും പറ്റില്ല. ഓക്കെ. 2, മറന്നുകൊണ്ട് കുടിക്കുക. 3, മറന്നുകൊണ്ട് ഭാര്യാഭർത്ത ബന്ധം പുലർത്തുക. 4, തലയിലോ ശരീരത്തിലോ എണ്ണ ഒഴിക്കുക. ഇതൊക്കെ ഇങ്ങനെ വായിച്ചു വിടാവുന്നതേ ഉള്ളൂ, നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 5, സുറുമയിടുക. അങ്ങനെ സുറുമയിട്ടുകൊണ്ട് അതിന്റെ രുചി തൊണ്ടയിലെത്തിയാലും ചില സമയങ്ങളിൽ ഈ സുറുമയിടുന്ന സമയത്ത് അതിന്റെ ഈ ആ നരമ്പുകൾ തമ്മിലുള്ള ഒരു കണക്ഷന്റെ പേരിൽ തൊണ്ടയിൽ അതിന്റെ രുചി അല്ലെങ്കിൽ ഒരു കയ്പ് അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെട്ടാൽ പോലും നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ്. 6, ഹിജാമ ചെയ്യുക. കൊമ്പ് കുത്തി രക്തമെടുക്കുക എന്നുള്ളത്, അതാണ് ഹിജാമ. ഹിജാമ ചെയ്ത് കഴിഞ്ഞാൽ നോമ്പ് മുറിയുകയില്ല. 7, ആരെയെങ്കിലും ഗീബത്ത് പറയുക. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ പലതും. ഗീബത്ത് പറയുക, പക്ഷെ ഗീബത്ത് പറയാൻ പാടില്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോമ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷെ നോമ്പിന്റെ ഫസാദാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, നോമ്പിനെ പൊളിച്ചു കളയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നോമ്പിന്റെ അജറിലും സവാബിലും
എല്ലാം ഗണ്യമായ രൂപത്തിൽ തന്നെ അത് പുറത്തു കളയുന്നതാണ്. എട്ടാമത്തെ കാര്യം, നോമ്പ് മുറിക്കുന്നതിനെ കരുതി പക്ഷെ നോമ്പ് മുറിച്ചില്ല. 9, തന്റെ പ്രവൃത്തിയൊന്നും കൂടാതെ പൊടി തൊണ്ടയിൽ പ്രവേശിക്കാൻ, എന്തെങ്കിലും പൊടി, കാരം അത് തൊണ്ടയിൽ പ്രവേശിച്ചു അത് നോമ്പ് മുറിക്കുന്ന കാര്യമല്ല. അത് ആട്ടുകല്ലിൽ നിന്നുള്ള പൊടിയാണെങ്കിലും ശരി, അറിയാതിപ്പോ എന്താ പറയാ മാവ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് പോയി അതിനെ ആ ഒരു എന്താ പറയാ അന്തരീക്ഷത്തിൽ പാറി ആ ഒരു പൊടി നമ്മുടെ തൊണ്ടയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുകയില്ല. 10-ാമത്തേത്, തന്റെ പ്രവൃത്തി കൂടാതെ പുക തൊണ്ടയിൽ പ്രവേശിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട അതേ കാര്യം തന്നെയാണ്. 9ഉം 10ഉം ഏകദേശം ഒന്ന് തന്നെയാണ്. 11, തൊണ്ടയിൽ ഈച്ച പ്രവേശിക്കുക എന്നുള്ളത്. 12, വലിയ അശുദ്ധിക്കാരനായ നിലയിൽ പ്രഭാതമായി. അങ്ങനെ പകൽ മുഴുവനും വലിയ അശുദ്ധിക്കാരനായി തന്നെ അവശേഷിച്ചാലും നോമ്പിനെ അത് മുറിക്കുന്ന കാര്യമല്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ അറിയാതെ ഇപ്പോ ഈ എന്താ പറയാ ഈ ജനാപത്തുണ്ടായി, കുളിക്കാൻ വിട്ടുപോയി, അങ്ങനെ പെട്ടെന്ന് സമയമായതിന്റെ പേരിൽ സഹർ കഴിച്ചു, നോമ്പ് വെച്ചു, അല്ലെങ്കിൽ സഹർ കഴിച്ചില്ല. ഈ അവസ്ഥകളിലൊക്കെ അതൊന്നും നോമ്പിനെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ മറ്റൊരു നിയമം, ജനാപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉടനെ തന്നെ കുളിക്കുക എന്നുള്ളതാണ്. ഇനി കുളിക്കാൻ തീരെ സാഹചര്യമില്ല എങ്കിൽ അദ്ദേഹം ഉറങ്ങുകയാണോ അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയാ ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ വുളുവെങ്കിലും അദ്ദേഹം ചെയ്യണം എന്ന രൂപത്തിലാണ് ഹദീസുകളിലൂടെയും ഒക്കെ മനസ്സിലാവുന്നത്. 13, നദിയിൽ മുങ്ങുകയും ചെവിയിൽ വെള്ളം കയറുകയും ചെയ്യുക. മൂക്കിലല്ല, ചെവിയിൽ വെള്ളം കയറുകയും ചെയ്യുക. 14, മൂക്കിൽ കഫം പ്രവേശിക്കുകയും അതിനെ മനഃപൂർവ്വം ചീറ്റുകയോ വിഴുങ്ങുകയോ ചെയ്യുക. കഫം, മൂക്കിലുള്ള കഫം വിഴുങ്ങിയാലും അതേപോലെ അതിനെ എന്താ പറയാ ചീറ്റി പുറത്താക്കിയാലും അത് നോമ്പിനെ മുറിക്കുന്ന കാര്യമല്ല. 15, ഛർദി വരികയും തന്റെ പ്രവൃത്തി കൂടാതെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഛർദിയുടെ അളവ് കൂടട്ടെ കുറയട്ടെ, മനഃപൂർവ്വമല്ല, അറിയാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളിലേക്ക് പോയി. 16, ഒരാൾ വായ നിറയുന്ന അളവിനേക്കാൾ കുറവായി മനഃപൂർവ്വം ഛർദിക്കുകയും അത് തന്റെ പ്രവൃത്തിയൊന്നും കൂടാതെ ഉള്ളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുക. ഒന്നില്ല എങ്കിൽ വായ നിറഞ്ഞിട്ടില്ല, വായ നിറയുക എന്നുള്ളതാണ്. മനഃപൂർവ്വം എന്ന കാര്യം വരുമ്പോൾ അവിടെ വായ നിറയുക എന്ന് വരും. മനഃപൂർവ്വമല്ല എങ്കിൽ വായ നിറഞ്ഞാലും അത് ഛർദിച്ചു അല്ലെങ്കിൽ ഉള്ളിലേക്ക് തന്നെ പോയി, കുഴപ്പമില്ല. മനഃപൂർവ്വമാണോ, വായ നിറയുന്ന അളവിൽ അതിനേക്കാൾ കുറവാണ് എങ്കിൽ കുഴപ്പമില്ല, ഛർദിച്ചാലും അത് ഉള്ളിലേക്ക് പോയാലും. എന്നാൽ വായ നിറയുന്ന ഒരു അവസ്ഥയിൽ അത്രയും ഛർദിലുണ്ടായി, അത്രത്തോളം ഛർദിച്ചു അല്ലെങ്കിൽ അത് വന്നു അങ്ങനെ ഉള്ളിലേക്ക് പോയി എങ്കിൽ അത് നോമ്പിനെ മുറിക്കുന്ന കാര്യമാണ്. 17, പല്ലുകൾക്കിടയിലുള്ള കടലയേക്കാൾ ചെറുതായ എന്തെങ്കിലും സാധനം തിന്നുക. ഇപ്പൊ ചിലപ്പോ ഈ ഒരല്പം എന്താ പറയാ ഈ കടുകുമണിയുടെ അളവ് എന്നാണ് പറയാ, അത്രയും എന്താ പറയാ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ കഴിക്കരുത്. അതുകൊണ്ട് തന്നെ സഹർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നിയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം ഒന്ന് സുന്നത്താണ്. കാരണം പല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കി പല്ലിനിടയിലുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് പോവും, അറിയാതെ പോലും അത് ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മതയാണ്. 18, രുചി തൊണ്ടയിലേക്ക് എത്താതെ എള്ള് പോലുള്ള സാധനങ്ങൾ ചവക്കുകയും അത് അരഞ്ഞില്ലാതാവുകയും ചെയ്തു. ഇപ്പോഴും നോമ്പ് മുറിയുകയില്ല. എന്ന് വെച്ചാൽ ടേസ്റ്റ് ഒന്നും എത്തിയിട്ടില്ല, ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ടേസ്റ്റ് കിട്ടിയെങ്കിൽ എന്തായാലും നോമ്പ് മുറിയും. 19, ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് ഫസദാവുകയില്ല. അത് തൊലിയിലാവട്ടെ നരമ്പിലാവട്ടെ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഇഞ്ചക്ഷൻ 2 തരത്തിലുണ്ട്. 2 തരത്തിൽ നോമ്പിന്റെ വിഷയത്തിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന്, ശരീരത്തിന് ഊർജം, എനർജി നൽകുന്നതായിട്ടുള്ള തരത്തിലുള്ള എന്ത് ചെയ്യുന്നു ഇഞ്ചക്ഷനാണ്. ചില മരുന്നുകൾ അങ്ങനെയുണ്ട്, ഇപ്പോൾ ക്ഷീണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമയാണ്, അപ്പൊ ഊർജം നൽകുന്ന എനർജി അതിലൂടെ കിട്ടും എങ്കിൽ അതിലൂടെ നോമ്പ് മുറിയും. അതല്ലാത്ത തരത്തിലുള്ളതാണ് ഇപ്പൊ വേറെ എന്തെങ്കിലും എന്താ പറയാ ഇപ്പോ ഷുഗറിന്റെ ഇൻസുലിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ളതാണ്. 20, ചെറിയ കമ്പ് പോലുള്ള വസ്തുക്കൾ കൊണ്ട് ചെവി ചൊറിയുക. പല പ്രാവശ്യം ഇങ്ങനെ ചെവിയിൽ അതിനെ പ്രവേശിക്കുക, ചെളി പോലുള്ളതിനെ പുറത്തെടുക്കുക. ഇതൊന്നും കൊണ്ട് വുളു മുറിയുകയില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത്, എപ്പോഴൊക്കെ നോമ്പ് മുറിയും? നോമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ 2 അവസ്ഥകളുണ്ട്. നോമ്പ് മനഃപൂർവ്വം മുറിച്ചതാണ് എങ്കിൽ കഫാറയുണ്ട്. കഫാറ എന്ന് പറഞ്ഞാൽ അതിനുശേഷം വിശദീകരണം വരുന്നുണ്ട്. പ്രായശ്ചിത്തമായിട്ട് 3-ൽ ഒരു കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യം കൂടെ ചെയ്യണം. നോമ്പ് കളാ വീട്ടണം, മടക്കി പിന്നെ ഒരു സമയത്ത് എന്ത് ചെയ്യണം, കളാ വീട്ടുകയും വേണം,
അതിനോട് കൂടെ തന്നെ ഈ പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്നിനെ ചെയ്യുകയും വേണമെന്നുള്ളതാണ്. ഇനി മറ്റൊരു രൂപം, ഇതിനെ പറയുന്നത് ഖലാ പ്ലസ് കഫാറ എന്നാണ്. അൽ ഖലാഉ മഅൽ കഫാറത്തി, കഫാറത്തിന്റെ കൂടെ ഖലാ ചെയ്യൽ നിർബന്ധമാവുന്ന സന്ദർഭങ്ങൾ. ഒന്ന്, ഇപ്പുറത്തുള്ളത് ഖലാ മാത്രം നിർബന്ധമാവുന്നത്. നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലൊക്കെ നോമ്പ് ഇങ്ങനെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഖലാ വീട്ടിയാൽ മതിയാവുന്നതാണ്. അതിന് കഫാറയൊന്നും കൊടുക്കേണ്ട, പ്രായശ്ചിത്തമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി വിശദമായിട്ട് പറയാം. താഴെ പറയപ്പെടുന്ന രൂപങ്ങളിൽ നോമ്പ് ഫസാദാവുകയും നോമ്പ് ഖലാ വീട്ടുന്നതിനോടൊപ്പം പ്രായശ്ചിത്തം നിർബന്ധമാവുകയും ചെയ്യും. ഇത് ആദ്യത്തെ കാറ്റഗറിയിലുള്ളതാണ്. ഏത്? അൽ ഖലാഉ മഅൽ കഫാറത്തി, അതിന്റെ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതെപ്പോഴൊക്കെയാണ്? ഒന്ന്, നോമ്പുകാരൻ മനഃപൂർവ്വം ആഹാരം കഴിച്ചു. 2, നോമ്പുകാരൻ ശർഈയായ കാരണങ്ങളില്ലാതെ മരുന്ന് കഴിച്ചു. ശർഈയായ കാരണമൊന്നുമില്ലാതെ അദ്ദേഹം മരുന്ന് കഴിച്ചു. 3, നോമ്പുകാരൻ വെള്ളമോ മറ്റു പാനീയങ്ങളോ കുടിച്ചു. 4, നോമ്പുകാരൻ മനഃപൂർവ്വം ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏർപ്പെട്ടു. 5, വായിലേക്ക് പ്രവേശിച്ച മഴത്തുള്ളികളെ വിഴുങ്ങി. 6, ഗോതമ്പ് പോലുള്ള വസ്തുക്കളെ പല്ലുകൾ കൊണ്ട് പൊട്ടിച്ച് ചവച്ച് തിന്നുകയോ പൊട്ടിക്കാതെ വിഴുങ്ങുകയോ ചെയ്തു. ഇപ്പൊ ഗോതമ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം അളവ് കിട്ടിയല്ലോ. അപ്പൊ അത് വായിലേക്ക് മനഃപൂർവ്വം പ്രവേശിച്ചു. ഈ രൂപത്തിലൊന്നും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നോമ്പ്, എത്ര നോമ്പ് ഇതേപോലെ ഖലാ ആക്കിയിട്ടുണ്ടോ, നോമ്പിനെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടോ, അത്രയും ദിവസത്തെ നോമ്പ്. ഇത് ഒരു ദിവസം നോമ്പ് ഖലാ ആക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഖലാ വീട്ടുകയും വേണം. അതിന്റെ കൂടെ കഫാറയിൽപ്പെട്ട, അത് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, 3 കാര്യങ്ങളിൽ ഒന്നിനെ ചെയ്യുകയും വേണം. 7-മത്തേത് എള്ള് പോലുള്ള ധാന്യങ്ങളെ വായുടെ വെളിയിൽ നിന്നും എടുത്തു വിഴുങ്ങുക. നേരത്തെ പറഞ്ഞത് എന്താ പറയാ, പല്ലിനിടയിലുള്ള കാര്യങ്ങളായിരുന്നു. 8, അല്പം ഉപ്പ് തിന്നുക. അല്പമാണ് തിന്നതെങ്കിൽ പോലും, ഇപ്പൊ നമ്മള് ഇടയ്ക്ക് ഈ വെള്ളം കലക്കിയിലൊക്കെ മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല. മനഃപൂർവ്വമാണെങ്കിൽ നോമ്പിനെ മുറിക്കുന്ന കാര്യമാണ്. പുക വലിക്കുക. 10, മണ്ണ് തിന്നുക. ഈ മണ്ണ് തിന്നുന്നതിൽ തന്നെ അപ്പൊ മണ്ണ് തിന്നുക. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഖലാവും വീട്ടണം, അതേപോലെ കഫാറയും കൊടുക്കണം. ഇനി ഈ കഫാറ എപ്പോഴൊക്കെയാണ് നിർബന്ധമാവുക? എല്ലാ നോമ്പിലും ആണോ? അല്ല ചില നോമ്പുകളിൽ മാത്രമാണോ? അങ്ങനെയുള്ള കുറച്ച് നിബന്ധനകളുണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട നിബന്ധനകൾ പൂർത്തിയായാൽ മാത്രമേ, ഈ കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ എന്തുള്ളൂ, കഫാറ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിലൊന്ന് എന്താണ്? റമളാൻ മാസത്തിലെ നോമ്പിലായിരിക്കണം. റമളാൻ അല്ലാത്ത നോമ്പിലാണ് എങ്കിൽ ഈ പറയപ്പെട്ട കഫാറയില്ല. ഇപ്പോ സാധാരണ നഫില് നോമ്പ് നോറ്റു, അല്ലെങ്കിൽ വ്യാഴാഴ്ച തിങ്കളാഴ്ചയുള്ള നോമ്പിലാണ് ഇതേപോലെ മനഃപൂർവ്വം കഴിച്ചുകൊണ്ട് എന്താക്കിയത്, നോമ്പ് മുറിച്ചത് എങ്കിൽ കഫാറയൊന്നും നിർബന്ധമാവില്ല. അത് മനഃപൂർവ്വമാണെങ്കിൽ പോലും ശരി. മറിച്ച് അതിന് പിറ്റേ ദിവസം അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും ഖലാ വീട്ടിയാൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. അപ്പോ റമളാൻ മാസത്തെ ആയിരിക്കണം. ഇനിയിപ്പോ റമളാനിന്റെ ഖലാ വീട്ടുകയാണ് എങ്കിൽ പോലും, ഇപ്പൊ റമളാൻ മാസത്തിന്റെ ഖലാ വീട്ടുകയാണ്, അതിലാണ് മനഃപൂർവ്വം ഇദ്ദേഹം ഭക്ഷിച്ചത് എങ്കിൽ അവിടെ ഖലാ മാത്രമാണ് നിർബന്ധമാവുക, കഫാറ നിർബന്ധമാവുകയില്ല. 2, ഈ തീറ്റയും കുടിയും മനഃപൂർവ്വമായിരിക്കുക. മറന്നുകൊണ്ടാണെങ്കിൽ എന്ത് ആവശ്യമില്ല, പ്രായശ്ചിത്തം നിർബന്ധമാവുകയില്ല. 3, അബദ്ധത്തിൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്തവനാകാതിരിക്കുക. രാത്രി ഇനിയും ബാക്കിയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടോ മഗ്‌രിബിന്റെ സമയം പ്രവേശിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടോ അബദ്ധത്തിൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ പ്രായശ്ചിത്തം നിർബന്ധമാവുകയില്ല. എന്ന് വെച്ചാൽ സഹറിന്റെ സമയം ഇനിയുണ്ട് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഭക്ഷിച്ചു, അവിടെ ഖലാ വീട്ടണം. ഇത് മനഃപൂർവ്വം എന്താ പറയാ, അറിയാതെ കഴിക്കലല്ലോ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒത്തിരി വൈകിപ്പിക്കുന്നു. ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഖലാ നിർബന്ധമാവും, കഫാറ നിർബന്ധമാവുകയില്ല. പിന്നെ അതേപോലെ തന്നെ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിന് അല്പം മുമ്പായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇതിലൂടെയൊക്കെ കഫാറ നിർബന്ധമാവില്ല, ഖലാ മാത്രമായിരിക്കും നിർബന്ധമാവുക. അതേപോലെ അടുത്തത്, മറ്റുള്ളവർ നിർബന്ധിപ്പിച്ച് ഇവനെ കുടിപ്പിക്കുക അല്ലെങ്കിൽ ആഹരിപ്പിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഖലാ മാത്രമാണുള്ളത്, കഫാറയില്ല. ഇനി എന്താണ് കഫാറ, എന്താണ് പ്രായശ്ചിത്തം? 3 കാര്യങ്ങൾ. 1, ആദ്യമായിട്ട് മുഅ്മിനോ കാഫിറോ ആയിട്ടുള്ള ഒരു അടിമയെ മോചിപ്പിക്കുക. അത് മുഅ്മിനാവട്ടെ കാഫിറാവട്ടെ, ഒരു അടിമയെ മോചിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് അതില്ല. 2, അപ്പോ ആദ്യം ചെയ്യാൻ കഴിയുന്നവര്, അടിമയെ മോചിപ്പിക്കാൻ കഴിയുന്നവര് അത് തന്നെ ചെയ്യണം. 2, രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യണം. ഇനി അതിനും കഴിയാത്തവർക്ക് മാത്രമാണ് 3ാമത്തെ ഓപ്ഷനിലേക്ക് പോകാനുള്ള അനുവാദം ശറഅ നൽകുന്നുള്ളൂ.
രണ്ടാമത്തേത് തുടർച്ചയായിട്ട് 2 മാസം നോമ്പ് പിടിക്കുക എന്നുള്ളതാണ്. ആ 2 മാസത്തിനിടയിൽ പെരുന്നാളോ തശ്രീഖിന്റെ ദിവസങ്ങളോ വരാൻ പാടില്ല. എന്ന് വെച്ചാൽ തശ്രീഖിന്റെ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളെയാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെരുന്നാൾ, 2 പെരുന്നാൾ, ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും, ഇതിന്റെ ദിവസങ്ങളിലൊന്നും ഇടയിൽ വരുന്ന രൂപത്തിലാവരുത്. കാരണം ഈ ദിവസങ്ങളിലേക്ക് നോമ്പ് വെക്കുക എന്നുള്ളത് ഹറാമാണ്, നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അതേപോലെ തന്നെ തുടർച്ചയായി 2 മാസം നോമ്പ് പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര, ഒരു മാസവും ഏകദേശം ഒരു 20-25 ദിവസം നോമ്പ് പിടിച്ചു. എന്ത് ചെയ്തു, അതിനിടയ്ക്ക് അതിനുശേഷം ഒരു ദിവസം നോമ്പ് വിട്ടിട്ട് അടുത്ത ദിവസം പിടിച്ചു എങ്കിൽ ആദ്യം മുതൽക്ക് എന്ത് ചെയ്യണം, 2 മാസം നോമ്പ് പിടിക്കണം. ഇനി അതിനും കഴിയാതെ വരികയാണെങ്കിൽ, അങ്ങനെ തീരെ കഴിയാതെ വരികയാണെങ്കിൽ മാത്രം മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവുക. അതെന്താണ്, താൻ സാധാരണ ഉപയോഗിക്കുന്ന ആഹാരത്തിൽ നിന്ന് 60 സാധുക്കൾക്ക് 2 നേരത്തേക്കുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് താൻ കഴിക്കുന്ന സാധാരണമായിട്ട് കഴിക്കുന്ന ഭക്ഷണം 60 പേർക്ക് 2 നേരം ഭക്ഷണം കൊടുക്കണം, 2 നേരത്തെ. അപ്പൊ ഓരോരുത്തർക്കും 2 നേരം വെച്ച് ഏകദേശം 120 നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. ഈ ക്രമം അനുസരിച്ചാണ് പ്രായശ്ചിത്തം നിർബന്ധം വന്നത്. നമ്മൾ പറഞ്ഞു, ഫസ്റ്റിന് സാധിക്കാതെ വന്നാൽ രണ്ടാമത്തേലേക്ക് പോവാം. ഇനി രണ്ടാമത്തേതും സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത്. ഇനിയിപ്പോ ഭക്ഷണമായിട്ട് ഒരാൾ കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഈ അരി, ഗോതമ്പ് പോലുള്ള ധാന്യങ്ങളൊക്കെ ആണെങ്കിൽ അരസ്വാഴ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഷാല്ല അതിന്റെ ഒരു കണക്ക് ശേഷം വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ കാരക്ക, ബാർലി പോലെയൊക്കെ ഉള്ളതാണ്, ഈത്തപ്പഴമൊക്കെ പോലുള്ളതാണെങ്കിൽ ഒരു സ്വാഴ കൊടുക്കണം. ഒരു സ്വാഴ ഇത് ധാന്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ വില എത്രയാണോ അത്രയും പൈസ കൊടുക്കുക. അന്നത്തെ മാർക്കറ്റിൽ അതിന് എത്രയാണോ റേറ്റ് ഉള്ളത് അത്ര കൊടുക്കുക എന്നുള്ള. എന്താണ് ഇനി ഒരു സ്വാഴ എന്ന് പറഞ്ഞാൽ? ഒരു സ്വാഴ എന്ന് പറഞ്ഞാൽ ഏകദേശം 3 കിലോ 200 ഗ്രാം ആണ്. ഇത് എക്സാക്ട് 200 ഗ്രാം എന്ന് നമുക്ക് പറയാനാവില്ല, കാരണം പല പല അളവുകൾ വരുന്നുണ്ട്, ചെറിയൊരു വ്യത്യാസം. 3 കിലോ എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. 3 ചിലതിൽ 348 എന്ന് കാണുന്നുണ്ട്, ചിലതിൽ 4 സംതിങ് വരുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ചെറിയ അളവുകളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള കാരണം, നമ്മുടെ നാടുകളിൽ പണ്ടൊക്കെ നാഴി, ഇടങ്ങഴി, അതേപോലെ പറ എന്നൊക്കെ പറയുന്ന ഈ അളവുകൾ ഉണ്ടായിരുന്നു. ശരിക്കും നാഴി എന്ന് പറയുന്നത് ഒരു പാത്രമാണ്, അല്ലെ? ആ ഒരു പാത്രത്തിൽ കൊള്ളുന്ന ഒരു അളവിനെയാണ് നാഴി അല്ലെങ്കിൽ ഇടങ്ങഴി എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ പറ എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നതുപോലെ തന്നെ ഒരു പാത്രമാണ് എന്ത്, സോയ എന്ന് പറയുന്നത്. ആ ഒരു പാത്രത്തിന്റെ അളവിനെയാണ് സോയ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാവുന്നതാണ്, സ്വാഭാവികമാണ്. അപ്പോ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി അരി, ഗോതമ്പ് പോലെയുള്ളതാണെങ്കിൽ ഇതിന്റെ പകുതി, ഏകദേശം 1,700 അല്ലെങ്കിൽ 1,650 സംതിങ് ഒക്കെ വരും. ഈ രൂപത്തിലാണ് കഫാറ കൊടുക്കേണ്ടത്. ഇനി അടുത്തത്, ആദ്യത്തെ കാറ്റഗറി പറഞ്ഞു അൽ ഖലാഉ മഅൽ കഫാറത്തി. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളത് ഖലാ മാത്രമുള്ളത്, കഫാറ നിർബന്ധമില്ല. അങ്ങനെയുള്ള ഏതൊക്കെയാണ്? ഒന്ന് യാത്ര, ഗർഭം, രോഗം, പാലൂട്ടൽ, ആർത്തവം, പ്രസവരക്തം, ബോധക്ഷയം, ഭ്രാന്ത് തുടങ്ങിയ ഏതെങ്കിലും ശർഈയായ കാരണത്തിന്റെ പേരിൽ നോമ്പ് മുറിക്കുക. എന്ന് വെച്ചാൽ ഈ അവസ്ഥകളിലൊക്കെ നോമ്പ് വെക്കൽ ബുദ്ധിമുട്ടാണ്, അസഹനീയമായി തോന്നുകയാണെങ്കിൽ ശരീഅത്തിന്റെ ഭാഗത്ത് നിന്ന് മുറിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ ആ മുറിച്ചതിന് പകരമായിട്ട് മറ്റൊരു ദിവസം എന്ത് ചെയ്താൽ മതി, ഒരു ദിവസം ഖളാ ആയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ദിവസം ഖളാ വീട്ടണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പൊ ഹൈള്, നിഫാസ് പോലുള്ള രക്തമുള്ളവരാണെങ്കിൽ ആ ദിവസങ്ങളിലുള്ള നമസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. മറിച്ച് ഈ നോമ്പ്, റമദാൻ മാസത്തിലുള്ള നോമ്പ്, കാരണം റമദാൻ മാസത്തില് ഒരു മാസത്തില് ഒരു തവണ ഒക്കെയല്ലേ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അത് ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസം, 10 ദിവസമാണ് മാക്സിമം ഹൈലിന്റെ പരിധിയായിട്ട് പറയുന്നത്, ഈ ആർത്തവത്തിന്റെ പരിധിയായിട്ട് പറയുന്നത്. അപ്പൊ അത്രയും ദിവസം മാത്രമേ ഖളാ വീട്ടൽ നിർബന്ധമുള്ളൂ. അപ്പൊ അതിൽ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ 10 ദിവസത്തെ നമസ്കാരം പിന്നീട് ഖളാ വീട്ടണം എന്ന് പറയുമ്പോൾ അതൊരൽപ്പം ബുദ്ധിമുട്ടാണ്. അദ്ദീനു യുസ്റുൻ, ദീൻ എന്നുള്ളത് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവർക്ക് അളവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അടുത്തൊരു സന്ദർഭം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ തിന്നപ്പെടാത്ത ശർഈയായ കാരണത്തിന്റെ പേരിൽ കഴിക്കുന്ന മരുന്ന്, മാവ്, കൂടുതൽ ഉപ്പ്, കടലാസ്, പന്നി, ഈത്തപ്പഴക്കുരു, മണ്ണ് മുതലായ ഒരു വസ്തുവിനെ നോമ്പുകാരൻ തിന്നുക. ഈ
അതിലൂടെ ദേഹേച്ഛ പൂർത്തിയാവുന്നില്ല. മണ്ണ് നേരത്തെ പറഞ്ഞത് നമ്മള് ആ ഒരു കാര്യത്തില് ചെറിയൊരു വിശദീകരണം കൂടെ ഉണ്ടായിരുന്നു. സാധാരണ മണ്ണ് കഴിക്കാറുള്ള ഒരു വ്യക്തിയാണ് മണ്ണ് കഴിച്ചത് എങ്കിലാണ് അൽ ഖലാഉ അൽ കഫാറത്തുള്ളത്. സാധാരണ ഒരു മനുഷ്യന്മാര് മണ്ണ് കഴിക്കാറില്ലല്ലോ. ഒരല്പം എടുത്ത് വായിലിട്ടു. ഇതിന്റെ പേരിലൊക്കെയാണ് എങ്കിൽ സാധാരണ നമ്മൾ ഭക്ഷിക്കാറില്ല, മണ്ണ് ഭക്ഷിക്കാറില്ല. അങ്ങനെ മണ്ണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഖലാഉ മാത്രമാണ് ഉള്ളത്, കഫാറ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഒരല്പം കഴിച്ചാലാണ് ഈ ഒരു നിയമം ഉള്ളത്. അടുത്തത് ചരൽ കല്ല്, ഇരുമ്പ്, കല്ല്, സ്വർണം, വെള്ളി, ചെമ്പ് മുതലായ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നിനെ നോമ്പുകാരൻ വിഴുങ്ങുക. 4. നോമ്പുകാരനെ തിന്നുന്നതിനും കുടിക്കുന്നതിനും വേണ്ടി മറ്റുള്ളവർ നിർബന്ധിക്കുക. അപ്പോ അങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഖലാ മാത്രമേ ഉള്ളൂ, കഫാറ നിർബന്ധമില്ല. 5. വിശപ്പിന്റെ കാഠിന്യത്താലുള്ള മരണവെപ്രാളം പോലെ തിന്നുന്നതിനും കുടിക്കുന്നതിനും അവൻ നിർബന്ധിതനാവുക. എന്ന് വെച്ചാൽ എനിക്കിനി വിശപ്പ് സഹിക്കാൻ പറ്റൂല, ദാഹം സഹിക്കാൻ പറ്റൂല, അത്ര ആ ഒരു അവസാന ഘട്ടത്തിലേക്ക്, നിമിഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഖലാ മാത്രമേ ഉള്ളൂ. അതേപോലെ 6. രാത്രി ഇനിയും ബാക്കിയുണ്ടെന്ന വിചാരത്തിൽ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചു എന്ന ചിന്തയിൽ നോമ്പുകാരൻ ആഹാരം കഴിച്ചു. പിന്നീടാണ് മനസ്സിലായത് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത്. എങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആ നോമ്പ് അവന്റെ ഖലാ ആയിട്ടുണ്ട്. അത് നോമ്പ് മുറിഞ്ഞുപോയി. പിന്നീട് ഒരിക്കൽ എന്ത് ചെയ്യണം? ഖലാ വീട്ടണം എന്നുള്ളതാണ്. 7. വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിലും മൂക്കിൽ വെള്ളം കയറ്റുന്നതിലും ശക്തി കാണിക്കുകയും ഉള്ളിലേക്ക് വെള്ളം കടന്നു പോവുകയും ചെയ്യുക. നമ്മള് ഈ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നോമ്പുകാരനല്ലാത്തവർ വായും മൂക്കും കൊപ്പിളിക്കുന്ന സമയത്ത്, വൃത്തിയാക്കുന്ന സമയത്ത് ശക്തി കാണിക്കുക, ബലം പ്രയോഗിക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നോമ്പുകാരെന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെ ശക്തിയിൽ മൂക്ക് വെള്ളം കയറ്റി ചീറ്റുക, ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം ചിലപ്പോ ഒരല്പം വെള്ളം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നോമ്പ് മുറിയും, പിന്നീട് ഖലാ വീട്ടേണ്ടി വരും. 8. മനഃപൂർവ്വം ഛർദ്ദിക്കുകയും വായ നിറയുകയും ചെയ്യുക. മനഃപൂർവ്വം ഛർദ്ദിച്ചു, വായ നിറഞ്ഞു. 9. മഴയോ മഴത്തുള്ളിയോ തൊണ്ടയിൽ പ്രവേശിക്കുക. അവന്റെ പ്രവൃത്തി കൊണ്ട് അതിനെ അവൻ വിഴുങ്ങിയുമില്ല. എന്ന് വെച്ചാൽ മനഃപൂർവ്വം വിഴുങ്ങിയതല്ല, മഴ അതിലൂടെയൊക്കെ എന്ത് ചെയ്തു? തൊണ്ടയിൽ പ്രവേശിച്ചു. പിന്നെ അതേപോലെ റമളാൻ അല്ലാത്ത മാസത്തിൽ നോമ്പ് പിടിച്ചതിന് ശേഷം നോമ്പ് മുറിക്കുക. റമളാൻ അല്ലാത്ത മാസത്തിൽ നോമ്പ് പിടിച്ചു, സാധാരണയുള്ള നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ, നഫിൽ നോമ്പുകൾ, ആ നോമ്പിനെ ഒരു കാരണവുമില്ലാതെ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ഖലാ മാത്രമാണ്. തന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് തൊണ്ടയിൽ പുക പ്രവേശിക്കുക. അറിയാതെയാണെങ്കിൽ എന്തില്ല, ഖലാ പോലും വീട്ടേണ്ട ആവശ്യമില്ല, നോമ്പ് തന്നെ എന്താവില്ല, മുറിയുകയില്ല. 12. പല്ലിനടയിൽ പ്രവേശിച്ച ഒരു ചെറിയ കടലയുടെ അളവ് ആഹാരം അവൻ വിഴുങ്ങുക. ഇതും ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഖലാ നിർബന്ധമാവുന്നതാണ്. 13. മറന്ന്, ഇത് പല്ലുകൾക്കിടയിൽ നിന്നാണ്, പുറത്തുനിന്ന് എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ അൽ ഖലാഉ അൽ കഫാറത്തിന്റെ കൂട്ടത്തിൽ വരും, കാരണം മനഃപൂർവ്വമായില്ലേ. 13. മറന്ന് ഭക്ഷിച്ചതിന് ശേഷം മനഃപൂർവ്വം ഭക്ഷിക്കുക. ഇത് ഒരാൾ മറന്നു, അറിയാതെ ഭക്ഷിച്ചു, അയാളുടെ നോമ്പ് മുറിഞ്ഞിട്ടില്ല, പിന്നെ നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ഭക്ഷിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഖലാ നിർബന്ധമാവുന്നതാണ്. 14. രാത്രിയിൽ നോമ്പിന്റെ നിയത്ത് ചെയ്യാതെ പകലിൽ നിയത്ത് ചെയ്യുകയും പിന്നീട് ഭക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. 15. പ്രഭാതത്തിൽ യാത്രക്കാരനായിരിക്കുകയും പിന്നീട് ഇഖാമത്തിനെ കരുതുകയും ശേഷം ഭക്ഷിക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്നത് അവനിപ്പോ നോമ്പ് നിർബന്ധമില്ല എന്ന്, അവന് നോമ്പ് നിർബന്ധമില്ലല്ലോ എന്നുള്ള ഒരു തോന്നലിലാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഭക്ഷിക്കുന്നത് എങ്കിൽ അവന് ഖലാ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്, ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. 16. പ്രഭാതത്തിൽ മുഖ്യമായിരിക്കുകയും പിന്നീട് യാത്രക്കാരനാവുകയും ഭക്ഷിക്കുകയും ചെയ്യുക. അതായത് ഇതൊക്കെ ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് വരുന്നത്. എന്നുവെച്ചാൽ അവന് നോമ്പ് നിർബന്ധമില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവൻ ഭക്ഷിക്കുക. അപ്പോ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ ഖലാ മാത്രമാണുള്ളത്. 17. നോമ്പിന്റെ നിയ്യത്ത് കൂടാതെ പകൽ മുഴുവനും തിന്നാതെ കുടിക്കാതെ കഴിഞ്ഞുകൂടുക. അതേപോലെ ചെവിയിൽ വെള്ളമോ എണ്ണയോ ഇറ്റിക്കുക മനഃപൂർവ്വം. 19. മൂക്കിൽ മരുന്നൊഴിക്കുക. 20. വയറ്റിലോ തലച്ചോറിലോ ഉള്ള മുറിവിനെ ചികിത്സിക്കുകയും മരുന്ന് ഉള്ളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. എന്ന് വെച്ചാൽ വയറിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. അപ്പോൾ മേൽ പറയപ്പെട്ട കാരണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും കാരണം കൊണ്ട് നോമ്പ് ഫസാദായവൻ റമളാൻ മാസത്തെ ആദരിക്കാൻ വേണ്ടി ബാക്കിയുള്ള സമയം തീറ്റ കുടി പോലുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കണം. അപ്പോ നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞു എങ്കിൽ എന്ത് ചെയ്യണം? ബാക്കിയുള്ള സമയത്ത് എന്തെങ്കിലും പുറത്ത് പോയി കഴിക്കുക എന്നല്ല, പരമാവധി കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. കാരണം റമളാനിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണത്.
ഇനിയിപ്പോ അവരൊന്നും കഴിക്കാൻ പാടില്ല എന്നൊന്നല്ല. ഇപ്പോ ആർത്തവം നോമ്പില്ലാത്തവര് അവരൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയുമല്ല. മറിച്ച് അവർക്ക് കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ ആ ഒരു എന്താ പറയാ അറിയാതെ നോമ്പ് മുറിഞ്ഞു പോയ വ്യക്തികൾ പരമാവധി കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അത് റമദാനിനോടുള്ള ആദരവിന്റെ പേരിലാണ്. ഇനി പറയുന്ന കാര്യങ്ങള് ചെയ്തു കഴിഞ്ഞാൽ നോമ്പ് ഫസാദാവുകയൊന്നുമില്ല. ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നോമ്പിന്റെ യഥാർത്ഥ ഫലവും നേട്ടവും പ്രയോജനവും അത് കുറഞ്ഞു പോകുന്നതാണ്, ഇല്ലാതായി പോകുന്നതാണ്. അതേതൊക്കെയാണ്? ഒന്ന്, ആവശ്യമില്ലാതെ ഏതെങ്കിലും വസ്തു ചവയ്ക്കുകയോ രുചിക്കുകയോ ചെയ്യുക. രണ്ട്, വായിൽ ഉമിനീർ ഒരുമിച്ച് കൂടുകയും അതിനെ വിഴുങ്ങുകയും ചെയ്യുക. മൂന്ന്, രക്തം കുത്തിയെടുക്കുന്നത് പോലെ തന്റെ ബലഹീനതയ്ക്ക് കാരണമാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ കറാഹത്താണ്. ഇനി നോമ്പുകാരന് കറാഹത്ത് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, വായിച്ചു വിടാവുന്നതേ ഉള്ളൂ. ഒന്ന്, താടിയിലും മീശയിലും എണ്ണ തേക്കുക. രണ്ട്, സുറുമ ഇടുക. മൂന്ന്, തണുക്കാൻ വേണ്ടി കുളിക്കുക. നാല്, തണുക്കുന്നതിന് വേണ്ടി നന്ന വസ്ത്രം കൊണ്ട് ശരീരത്തെ പൊതിയുക. അഞ്ച്, വുളുവിന് വേണ്ടി അല്ലാതെ വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി സീറ്റുകയും ചെയ്യുക. ആറ്, വെള്ളം കയറ്റി സീറ്റി ഉള്ളിലേക്ക് പോയിട്ടില്ല കേട്ടോ. ആറ്, പകലിന്റെ അവസാനത്തിൽ പല്ല് തേക്കുക. ഇത് കറാഹത്തില്ല എന്ന് മാത്രമല്ല പകലിന്റെ ആരംഭത്തിൽ സുന്നത്തായതുപോലെ പകലിന്റെ അവസാനത്തിലും സുന്നത്താണ്. എന്ന് വെച്ചാൽ ഈ ഷാഫി മതം അനുസരിച്ച് ഈ നോമ്പുകാരന് ഉച്ച തിരിഞ്ഞതിന് ശേഷം പല്ല് തേക്കുക എന്നുള്ളത് കറാഹത്താണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹനഫി മതം അനുസരിച്ച് അങ്ങനെ കറാഹത്തില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ബ്രഷ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യുക. അപ്പൊ അത് പേസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഒന്നും പേസ്റ്റിലുള്ള പതയും ഒന്നും എന്ത് ചെയ്യരുത്, ഉള്ളിലേക്ക് പോകരുത്. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നോമ്പ് മുറിയുന്നതാണ്. മനഃപൂർവ്വം മുഴുകി കഴിഞ്ഞാൽ നോമ്പ് പ്ലസ് കഫാറ, ഖളാ പ്ലസ് കഫാറ നിർബന്ധമാവുന്നതാണ്. കാരണം ഹനഫി മതം അനുസരിച്ച് പറയുന്നത് ഇതിന് ഒരു കാരണം പറയുന്നത് ഈ ഷാഫി മതബിൽ നോമ്പുകാരന്റെ ഗന്ധം, വായിൽ നിന്ന് വമിക്കുന്ന ഗന്ധം, അത് അള്ളാഹുവിന് കസ്തൂരിയുടെ ഗന്ധത്തെക്കാളും പരിമളമാണ്, പരിശുദ്ധമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് പറയുന്നു, ഇത് നോമ്പുകാരന്റെ ആമാശയം ഒഴിഞ്ഞു കിടക്കുന്ന കാലിയായി ഭക്ഷണമൊന്നും കഴിക്കാതെ തന്റെ അടിമ കാലിയായ ആമാശയത്തിൽ നിന്നും വരുന്ന ഒരു പ്രത്യേകമായ ഗന്ധമാണ്. അല്ലാതെ പല്ല് എന്താ പറയാ പല്ല് തേക്കാതെ ഉള്ളതിന്റെ പേരിലുള്ള ഗന്ധമല്ല. അതുകൊണ്ട് പല്ല് തേച്ചാലും ഈ ഒരു ആമാശയത്തിൽ നിന്നുള്ള ആ ഒരു ഗന്ധം നീങ്ങി പോവുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ മിസ്വാക്ക് ചെയ്യലോ പല്ല് തേക്കലോ അത് ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല, ഉള്ളിലേക്കൊന്നും പോവാതിരുന്നാൽ മതി. ഇനി നോമ്പുകാരന് സുന്നത്തായ ചില കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, ഇടയത്താഴം കഴിക്കുക എന്നുള്ളത്. സഹർ കഴിക്കുക സുന്നത്താണ്. രണ്ട്, ഇടയത്താഴത്തെ പിന്തിപ്പിക്കൽ എന്ന് വെച്ചാൽ പ്രഭാതത്തിന് മുമ്പായി ആഹാരപാനീയങ്ങളിൽ നിന്നും ഒഴിവാകൽ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ പിന്തിപ്പിച്ച് അവസാനം ബാങ്ക് കൊടുക്കുമ്പോ എന്താ പറയാ ഓടിപ്പോയി വെള്ളം കുടിക്കാൻ, അങ്ങനെയല്ല. മറിച്ച് ഒരു ഒരു ഒത്തിരി സംശയത്തിലേക്കാവുന്ന രൂപത്തിൽ ഒരിക്കലും വൈകിപ്പിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് പള്ളികളിലൊക്കെ പറയുന്നത് ഒരു 20 മിനിറ്റ് മുമ്പായിട്ട് ഭക്ഷണം പാനീയങ്ങളിൽ നിന്നൊക്കെ വിരമിക്കുക എന്നുള്ളത്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് നിയത്ത് ചെയ്യാനും എല്ലാത്തിനും ഒക്കെയായി സാധിക്കും. അതേപോലെ നോമ്പിന്റെ ലക്ഷ്യം തന്നെ നമ്മളെ ആമാശയത്തെ പരമാവധി വിശപ്പിച്ച് നിർത്തുക. ഇപ്പൊ നെഫ്സ് ഭയങ്കര വലിയ കാര്യമാണ്. നെഫ്സിനെ കൺട്രോൾ ചെയ്യാൻ നോമ്പിനേക്കാൾ വലിയൊരു ഇബാദത്ത് പറയില്ല. കാരണം അതുകൊണ്ടാണ് ഈ നിക്കാഹ് കഴിക്കാൻ സാധിക്കാത്തവർ, അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹുക്കൂക്കുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അവര് നോമ്പ് വെച്ചുകൊണ്ട് അവരുടെ ദേഹേച്ഛകളെ, നഫ്സാനിയത്തിനെ അവർ എന്ത് ചെയ്യണം? അവർ നോമ്പിന്റെ അവരുടെ മാനസിക ഇച്ഛകളെ, ദേഹേച്ഛകളെ അവർ തടഞ്ഞു നിർത്തണമെന്ന് പറയുന്നത്. അപ്പോ ഈ ശരീരത്തെ പട്ടിണിക്കിടുമ്പോൾ സ്വാഭാവികമായിട്ട് നെഫ്സ് തളർന്നു പോകും. നെഫ്സിൽ ഒരു മോശമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ മോശമായ പ്രവൃത്തികളോ ഉണ്ടാവുന്നതിനുള്ള കാരണം വളരെയധികം, പ്രത്യേകിച്ച് റമദാൻ മാസത്തിലാവുമ്പോൾ ഷെയ്ത്താന്മാരെ ചങ്ങലക്കിടും. ഈ മുഷ്ക് കാണിക്കുന്ന ഹദീസുകളിൽ കാണാം, മുഷ്ക് കാണിക്കുന്ന അതേപോലെ ഭയങ്കര വലിയ ഷെയ്ത്താന്മാരെയൊക്കെ അവരെ ചങ്ങലയിൽ ഇടപെടും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെഫ്സ് ബലഹീനമാവുന്ന സമയത്ത് ആത്മീയത, നമ്മുടെ റൂഹ് ശക്തിയുള്ളതാവും. എപ്പോഴൊക്കെ നെഫ്സ് ശക്തമാവുന്നോ ദേഹേച്ഛകൾ ശക്തമാവുന്നു, ദേഹേച്ഛകൾ കൂടുതലായിട്ടുണ്ടാവും, പല ദുർവിചാരങ്ങൾ ഉണ്ടാവും. അതിലൂടെ റൂഹാനിയത്ത്, റൂഹിന് പവർ കമ്മിയാവും, ശക്തി കുറവാവും. അതുകൊണ്ട് ഈമാനികമായിട്ട് തളർച്ച സംഭവിക്കും.
അതുകൊണ്ട് തന്നെയാണ് മഹാന്മാര് പലപ്പോഴും നോമ്പുകളിലായിട്ടും വിഷപ്പിലായിട്ടും അത് തന്നെ എന്താ പറയാ പല പല മഹാന്മാരെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഏഹ് കഴിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്. കാരണം എപ്പോഴും ആ ഒരു വിശപ്പിലായി തന്നെ കഴിഞ്ഞ് കൂടുന്നതിന് വേണ്ടി. പിന്നെ അതേപോലെ തന്നെ വിശന്ന് കഴിയുന്നതിന്റെ പേരിൽ ഒരുപാട് മഹത്വങ്ങള്, അതേപോലെ ഒരുപാട് പ്രയോജനങ്ങള് അതിലൂടെ ശാരീരികമായിട്ടും അതേപോലെ ഈമാനികമായിട്ടുള്ള നേട്ടങ്ങള് ഒക്കെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അതൊക്കെ മറ്റൊരു വിഷയം. എന്താണെങ്കിലും അള്ളാഹു താല അതിൽ നിന്നൊക്കെ ഒരല്പം എങ്കിലും മുൻഗാമികളിൽ നിന്നും ഒരല്പമെങ്കിലും അമൽ ചെയ്യാനും അവരെ പോലെയൊക്കെ ആവാനും അവരുടെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അതേപോലെ സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുക. മഗ്‌രിബിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കുറച്ചുകൂടെ ഫിക്ർ കൂടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ബന്ധിപ്പിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. 4. ഇബാദത്ത് ശുദ്ധിയോടുകൂടി നിർവഹിക്കപ്പെട്ടതാവാൻ വേണ്ടി ജനാബത്ത് എല്ലാം വലിയ ശുദ്ധിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, സുബൈക്ക് മുമ്പ് തന്നെ സഹറിന് മുമ്പ് തന്നെ കുളിച്ചൊക്കെ ശുദ്ധിയായിരിക്കുക എന്നുള്ളതാണ്. 5. കളവ്, ഗീബത്ത്, നമീമത്ത്, ചീത്ത പറയുക എന്നിവകളെ തൊട്ടും നാവിനെ സൂക്ഷിക്കുക. മോശമായ കാര്യങ്ങള് നാവുകൊണ്ട് ചെയ്യരുത്, കണ്ണുകൊണ്ട് നോക്കരുത്, അതേപോലെ ഹൃദയം കൊണ്ട് ചിന്തിക്കരുത്. റമളാനിനെ അമൂല്യ സമ്പത്തായി മനസ്സിലാക്കി ദിക്റിലും തിലാവത്തിലുമായി സമയം കഴിച്ചു കൂട്ടുക. 7. ദേഷ്യപ്പെടാതിരിക്കുക. 8. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടാതിരിക്കുക. 9. ശാരീരിക തൊട്ടും നഫ്സിനെ സൂക്ഷിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോമ്പുകാരന് സുന്നത്തായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നമ്മളുടെ ഒരേ സമയം ശാരീരികമായിട്ട് വെറുതെ പട്ടിണിക്കിട്ട രൂപത്തിൽ എന്ത് ചെയ്യുക, ഭക്ഷണവും കുടിക്കാതെ വെള്ളം കുടിക്കാതെ നിൽക്കുന്നതിന് പേരല്ല നോമ്പ് എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നോമ്പിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് നോമ്പിൽ മാത്രമല്ല, പിന്നീട് ആ ഒരു കാര്യങ്ങൾ 1 മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. 1 മാസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമായി തീരും. പിന്നീട് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷവും നോമ്പിലായ പോലെ റമദാനിൽ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്ന രൂപത്തിൽ. കാരണം അത് നമ്മുടെ ശരീരത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ ആ ഒരു പതിവായ രൂപത്തിൽ അതായിട്ടുണ്ട്, ആ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ പിന്നീട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന്, മോശമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെയും കാതിനെയും അതേപോലെ നാവിനെയും എല്ലാത്തിനെയും സൂക്ഷിച്ച് നല്ല രൂപത്തിലേക്ക് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം അള്ളാഹു താല നോമ്പിനെ നിർബന്ധമാക്കാനുള്ള കാരണമായി പ്രധാനമായി ഖുർആനിൽ തന്നെ പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തഖ്വയാണ് ഈ സോമിലൂടെ നോമ്പിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന കാതലായ കാമ്പായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നല്ലത് കേട്ട് നല്ലത് അമൽ ചെയ്യാനും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ ഗ്രൂപ്പിൽ അയച്ചിരുന്നു സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകൾ, വളരെ ഉപകാരപ്രദമായിട്ടുള്ള, വളരെ ചുരുക്കമായിട്ട് ഇന്നത്തെ ആധുനിക മസാലകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അതിലുള്ളത്. പാർട്ട് 1, പാർട്ട് 2 2 വീഡിയോ ഉണ്ട്. അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് എടുത്ത് നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഒന്ന് കേട്ട് മനസ്സിലാക്കുക. വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും സക്കാത്തിന്റെ വിഷയത്തിൽ. ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ ഇനി നോമ്പിന്റെ കുറച്ചുകൂടെ മസാലകൾ ഇനി വരാനുണ്ട് ഇൻഷാ അല്ലാഹ്, നേർച്ച നോമ്പിന്റെ വിഷയത്തില്. പിന്നെ അതേപോലെ എത്തികാഫിന്റെ വിഷയത്തിലൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചർച്ച ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നല്ലത് കേട്ട് നല്ലത് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിക്കുന്ന ഇൽമ എത്രയാണോ അതിനെ നാഫിയാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള നല്ല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.